നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവിധി പ്രഖ്യാപിക്കാനിരിക്കെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ AC രാജ്കുമാർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സുരക്ഷാ നിരീക്ഷണം നടത്തുകയാണ്. 10 മണിയോടെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരും വലിയ എണ്ണത്തിൽ എത്തുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അധിക സുരക്ഷ രാവിലെ മുതൽക്കേ തന്നെ ഒരുക്കിയിരുന്നത്. കോടതിയുടെ പ്രവേശന കവാടങ്ങളിൽ നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 11 മണിയോടെയാണ് കേസിന്റെ വിധി പ്രസ്താവന നടപടികൾ ആരംഭിക്കുക. 8 വർഷം നീണ്ട കേസാണിത്. 6 വർഷമായി അതിജീവിതം നടത്തുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിലെ അന്തിമ വിധി ഇന്ന് ഉണ്ടാകാനിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M. വർഗീസാണ് വിധി പറയുന്നത്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെടെ സംഘം കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് കേസ്. പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് പോലീസിന്റെ പിടിയിലായി. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത്. അന്തിമ വിധി വരാനിരിക്കെ പുതിയ ഹർജിയുമായി കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയുടെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുനിയുടെ അമ്മ ശോഭന ഹർജി നൽകിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. കൊട്ടേഷൻ പണം സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. 1 ലക്ഷം രൂപയുടെ അക്കൗണ്ട് അപേക്ഷ നൽകിയാണ് അന്വേഷണ സംഘം മരവിപ്പിച്ചത്. കേസിൽ വിധി വരാനിരിക്കവെയാണ് സുനിയുടെ അമ്മയുടെ ഹർജി. നടി ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M. വർഗീസാണ് വിധി പറയുക. 2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെയാണ് എറണാകുളം അത്താണിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെടെ സംഘം കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് കേസ്. പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് പോലീസിന്റെ പിടിയിലായി. അതേ വർഷം ജൂലൈയിലാണ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. 1-ാം പ്രതി NS സുനിൽ എന്ന പൾസർ സുനി. ഇവർ ഉൾപ്പെടെ 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ 8 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. പ്രതിഭാഗം 221 രേഖകളാണ് ഹാജരാക്കിയത്. കേസിൽ 28 പേർ കൂറുമാറി. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ളവർ ഇവരാണ്: 1-ാം പ്രതി സുനിൽ NS പൾസർ സുനി, 2 മാർട്ടിൻ ആന്റണി, 3 V മണികണ്ഠൻ, 4 VP വിജീഷ്, 5 H സലീം വടിവാൾ സലീം, 6 പ്രദീപ്, 7 ചാർലി തോമസ്, 8 നടൻ ദിലീപ് P ഗോപാലകൃഷ്ണൻ, 9 സനിൽ കുമാർ മേസ്ത്രി സനിൽ, 10 G ശരത് പ്രതിപട്ടികയിൽ 15-ാം സ്ഥാനത്ത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ടതിന്റെ 5-ാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ദിലീപ് സന്ദേശം അയച്ചത്. സംഭവവുമായി ബന്ധമില്ലാത്ത യാതൊരു തെറ്റും ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് സന്ദേശം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് സമാനമായ സന്ദേശം അയച്ചിരുന്നുവെന്നാണ് വിവരം. അന്വേഷണം തനിക്ക് നേരെ വരുമെന്ന ഭയത്തിലാണ് ദിലീപ് സന്ദേശം അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതുള്ള വൈരാഗ്യമാണ് ഇക്കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടെത്താണ് സംഭവങ്ങളുടെ തുടക്കം. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപിന്റെ നിലപാട്. ഗൂഢാലോചന ആദ്യം ഉന്നയിച്ചതാകട്ടെ മഞ്ജു വാര്യരും. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പ്രതികരിച്ചത് നടി മഞ്ജു വാര്യർ തന്നെയായിരുന്നു. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് നടിക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മഞ്ജു വാര്യർ ഇക്കാര്യം ഉന്നയിച്ചത്. നടൻ ദിലീപും ഇതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പൂർണ്ണമായി പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടുവാനുള്ള അർഹതയുണ്ടെന്നും മഞ്ജു തുറന്നടിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഘട്ടം മുതൽക്കേ തന്നെ ഇങ്ങോട്ട് അതിജീവിതയ്ക്ക് വേണ്ടി ഉറച്ചുനിന്ന് 2 പേർ ഇന്ന് ആ വിധി കേൾക്കുവാനില്ല.
ഒന്നാമത്തെ പേര് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PT തോമസിന്റേതാണ്. കേസിൽ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു PT തോമസ്. മൊഴി കൊടുക്കരുതെന്നും മൊഴി ശക്തമാക്കരുതെന്നും പലരും ആവശ്യപ്പെട്ടെങ്കിലും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. രണ്ടാമത്തെയാൾ സംവിധായകൻ ബാലചന്ദ്രകുമാറാണ്. ദിലീപുമായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ. അതിന് പിന്നാലെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത്. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് തുടരന്വേഷണത്തിലേക്ക് കടക്കുന്നത്. കേസ് ഒറ്റനോട്ടത്തിലേക്ക് എത്തുമ്പോൾ 261 സാക്ഷികൾ, സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസം, പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ, 142 തൊണ്ടുമുതലുകൾ. ഇനി നാൾ വഴി 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടു. ഫെബ്രുവരി 18 ഡ്രൈവർ മാർട്ടിൻ ആന്റണി അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 19 വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കൂടി അറസ്റ്റിലായി. ഫെബ്രുവരി 20 മണികണ്ഠൻ അറസ്റ്റിലാകുന്നു. ഫെബ്രുവരി 23 ഒന്നാം പ്രതിയായ പൾസർ സുനി അറസ്റ്റിലായി. കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴായിരുന്നു ഈ അറസ്റ്റ്. ജൂൺ 28 കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ ചോദ്യം ചെയ്തു. ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാകുന്നു. ഒക്ടോബർ 3 ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകി. 2018 മാർച്ച് 8 കേസിൽ വിചാരണ നടപടി തുടങ്ങി. 2019 നവംബർ 29 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 2021 ഡിസംബർ 25 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. 2022 ജനുവരി 4 ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തുടരന്വേഷണത്തിന് അനുമതി. 2024 സെപ്റ്റംബർ 17 പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. ഡിസംബർ 11 അന്തിമ വാദം തുടങ്ങി. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി.